MES. MES ആണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. EMS ആണ് സൂര്യഗ്രഹണം. ഹായ് നമസ്കാരം, എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു യൂട്യൂബ് സെഷനിലോട് സ്വാഗതം. ഞാൻ ജയകൃഷ്ണൻ നാവായിക്കുളം. ഇന്ന് ഈ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് എല്ലാവർക്കും ചർച്ച ചെയ്യാനുള്ളത് സ്പേസ് ടെക്നോളജിയുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന, ബഹിരാകാശ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില കോണ്ടന്റുകളാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. എല്ലാ കൂട്ടുകാരും, നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ക്ലാസ്സുകൾ ആദ്യം മുതൽ അവസാനം വരെ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് തന്നെ ഒന്ന് കണ്ടു തീർക്കാൻ ശ്രമിക്കുക. സോ എല്ലാ കൂട്ടുകാർക്കും വൺസ് അഗൈൻ വെൽക്കം ടു എൻട്രീസ് ക്ലാസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലൂടെ അടക്കാം. ഇവിടെ നോക്കി ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത് 2024 ISRO വിക്ഷേപിച്ച ആദ്യ ദൗത്യം. 2024 ISROയുടെ ആദ്യ ദൗത്യം ഏതെന്ന് ചോദിച്ചാൽ എക്സ്പോസാറ്റ് എന്നാണ്. എക്സ്പോസാറ്റ് എന്ന ഈ ഒരു സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്നതിന് വേണ്ടി ISRO ഉപയോഗിച്ച വാഹനം PSLV C58 ആണ് ISRO ഉപയോഗിച്ചിരിക്കുന്ന വാഹനം. ആ ഒരു വാഹനത്തിൽ നിന്നുകൊണ്ട് ISRO വിക്ഷേപിച്ച ഒരു ദൗത്യമായിരുന്നു, ഒരു സാറ്റലൈറ്റ് ആയിരുന്നു എക്സ്പോസാറ്റ്. എന്തിനു വേണ്ടിയാണ് വിക്ഷേപിച്ചത്? തമോഗർത്തങ്ങൾ, ന്യൂട്രൽ സ്റ്റാറുകൾ, സൂപ്പർനോവകൾ എന്നിവയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ISRO വിക്ഷേപിച്ച 2024 നടപ്പിലാക്കിയ ആദ്യ ദൗത്യം എക്സ്പോസാറ്റ്. PSLV C58 നിന്നുകൊണ്ട് വിക്ഷേപിച്ച മറ്റൊരു ഡിവൈസ് ആയിരുന്നു ഫ്യൂവൽ സെൽ പവർ സിസ്റ്റം. അതായത് സ്വന്തമായിട്ട് ബഹിരാകാശ നിലയം നിർമ്മിക്കുക എന്നത് ഇന്ത്യയുടെ ഒരു ഫ്യൂച്ചർ പ്ലാനാണ്. സോ ഇവിടെ സ്വന്തമായിട്ട് ഒരു ബഹിരാകാശ നിലയം നിർമ്മിക്കണമെങ്കിൽ സ്വന്തമായിട്ട് വൈദ്യുതി നിർമ്മിക്കുന്ന ഒരു സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് വേണം. സോ അങ്ങനെ ഒരു വൈദ്യുതി നിർമ്മിക്കുന്ന ഒരു സെല്ല് ബഹിരാകാശത്ത് എത്തിക്കുകയും പരീക്ഷണ അടിസ്ഥാനത്തിൽ 180 വാട്ട് വൈദ്യുതി ഇന്ത്യ നിർമ്മിക്കുകയും ചെയ്തു. അതിനുവേണ്ടി സഹായിച്ച ആ ഒരു സെല്ല്, ആ ഒരു ഡിവൈസ് ബഹിരാകാശത്ത് എത്തിക്കുന്നതിന് വേണ്ടി ഇസ്രോയെ സഹായിച്ച ആ ഒരു വാഹനമാണ് PSLV C58. സോ അറിഞ്ഞിരിക്കുക, ഫ്യൂവൽ സെൽ പവർ സിസ്റ്റത്തിലൂടെ ഇന്ത്യ എത്ര വൈദ്യുതിയാണ് ബഹിരാകാശത്ത് നിർമ്മിച്ചിരിക്കുന്നത്? 180 വാട്ട് വൈദ്യുതിയാണ് സ്വന്തമായിട്ട് ഇന്ത്യ നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ PSLV C58 നിന്നുകൊണ്ട് ഇന്ത്യ വിക്ഷേപിച്ച മറ്റൊരു വിദ്യാർത്ഥി സാറ്റലൈറ്റാണ് VSAT എന്ന് പറയുന്നത്. VSAT നിർമ്മിച്ച സ്ഥാപനം ഏത്, അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഏത്? ട്രിവാൻഡ്രം ജില്ലയിലെ LBS എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളും പ്രൊഫസേഴ്സും സംയുക്തമായിട്ട് നിർമ്മിച്ച ഒരു വിദ്യാർത്ഥി സാറ്റലൈറ്റ് ആയിരുന്നു VSAT. ക്ലിയർ ആണല്ലോ? സോ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഈ ഒരു PSLV C58 എന്ന് കേട്ടാൽ തന്നെ നിങ്ങളുടെ മനസ്സിലോട്ട് ഓടി വരേണ്ടത് 3 കോണ്ടന്റുകളാണ്. അതിലൊന്ന് എക്സ്പോസാറ്റ്, ഫ്യൂവൽ സെൽ പവർ സിസ്റ്റം, കൂടാതെ VSAT. ക്ലിയർ ആണല്ലോ? ഈ 3 ദൗത്യങ്ങളും ഇന്ത്യ നടപ്പിലാക്കിയത് PSLV C58 എന്ന ഈ ഒരു റോക്കറ്റിൽ നിന്നുകൊണ്ടായിരുന്നു. ക്ലിയർ ആണല്ലോ? സോ ഇവിടെ PSLV C58മായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരെ PSLV C57മായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ എക്സാം വ്യൂ പോയിന്റിലുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. PSLV C57 നമുക്കറിയാം, ആദിത്യ L1, ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യം ഏതായിരുന്നു? ആദിത്യ L1 വിക്ഷേപിക്കുന്നതിന് വേണ്ടി ISRO ഉപയോഗിച്ച വാഹനം PSLV C57 ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യം ആദിത്യ L1 ഇന്ത്യ വിക്ഷേപിച്ച 2023 സെപ്റ്റംബർ 2 ആദിത്യ L1 ഇന്ത്യ വിക്ഷേപിച്ചത്. ഈ ഒരു മിഷൻ ഡയറക്ടർ SR ബിജു ആണ് കേട്ടോ. മിഷൻ ഡയറക്ടർ ആരായിരുന്നു? SR ബിജു. എങ്കിൽ ഡയറക്ടർ ഓഫ് സാറ്റലൈറ്റ് പ്രൊജക്റ്റ് ആണെങ്കിൽ നിഗർ ഷാജിയാണ് കേട്ടോ. നിഗർ ഷാജിയാണ് ഡയറക്ടർ ഓഫ് സാറ്റലൈറ്റ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ദൗത്യത്തിന് ആദിത്യ L1 ആകെ മൊത്തം എത്ര പേലോഡേഴ്സ് ഉണ്ട്? 7 പേലോഡേഴ്സാണ്. ചന്ദ്രയാൻ 3 ആകെ മൊത്തം എത്ര പേലോഡർ ഉണ്ടായിരുന്നു? 7 പേലോഡർ. അതുപോലെ ആദിത്യ L1 ആകെ മൊത്തം എത്ര പേലോഡർ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 പേലോഡറാണ്. 7 പേലോഡേഴ്സിൻ്റെ പേരും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. പേലോഡേഴ്സിൻ്റെ പേര് ഇങ്ങനെയാണ്: വെൽക്ക്, സ്യൂട്ട്, സോളക്സ്. ആദ്യം 3 നമുക്ക് പഠിക്കാം: വെൽക്ക്, സ്യൂട്ട്, സോളക്സ്. എൻ്റെ കൂടെ തന്നെ ഒന്ന് പറയാൻ ശ്രമിക്കണം കേട്ടോ. വെൽക്ക്, സ്യൂട്ട്, സോളക്സ്. ഹെലിയസ്, ആസ്പെക്സ്, പാപ്പ, മാഗ് എന്നീ 7 പേലോഡറാണ് ആദിത്യ L1 7 പേലോഡ് തന്നിട്ട് അത് പഠിച്ചിട്ട് നിങ്ങൾ എക്സാമിനോട്ട് കിടക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ചോദ്യം ഇങ്ങനെ ആയിരിക്കും: താഴെ തന്നിരിക്കുന്നവയിൽ ആദിത്യ L1 പേലോഡറിൽ ഉൾപ്പെടാത്തത് ഏത്?
അങ്ങനെ ഒരു ചോദ്യം നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ 7 പേലോഡേഴ്സിൻ്റെ പേര് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. വെൽക്ക്, സ്യൂട്ട്, സോളക്സ്, ഹെലിയസ്, ആസ്പെക്സ്, പാപ്പ, മാഗ്. അങ്ങനെ ടോട്ടൽ 7 പേലോഡറാണ് ആദിത്യ L1ൽ ഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിലൊരു പേൽ ഓർഡർ നമ്മൾ ഒന്ന് സ്പെസിഫിക് ആയിട്ട് പഠിക്കണം. ഏതാണ് ആ പേൽ ഓർഡർ? പാപ്പയാണ്. പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ എന്ന ആ ഒരു പേൽ ഓർഡർ നമുക്ക് ഒന്നും കൂടെ സ്ട്രെസ് ചെയ്ത് പഠിക്കണം. എന്താണ് കാരണം? അതായത് സൂര്യനിൽ നിന്നുള്ള കൊറോണൽ മാസ് ഇജക്ഷൻ്റെ ആഘാതം വിജയകരമായി കണ്ടെത്തിയ ആദിത്യ L1ലെ പേൽ ഓർഡർ ഏതെന്ന് ചോദിച്ചാൽ പാപ്പയാണ്, അല്ലെങ്കിൽ പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ എന്ന ഈ ഒരു പേൽ ഓർഡറാണ്. എന്താണ് CME അല്ലെങ്കിൽ കൊറോണൽ മാസ് ഇജക്ഷൻ എന്ന് പറയുന്നത്? അതായത് സൂര്യൻ്റെ കൊറോണയിൽ നിന്ന് ഹീലോസ്ഫിയറിലേക്ക് ചാർജുള്ള കണങ്ങളും കാന്തിക കണങ്ങളും ആ ഒരു പ്രവഹിക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ്, ആ പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് CME അല്ലെങ്കിൽ കൊറോണൽ മാസ് ഇജക്ഷൻ. അതിൻ്റെ ആഘാതം മനസ്സിലാക്കിയ ആദിത്യ L1ലെ പേലോഡർ ഏതെന്ന് വെച്ചാൽ പാപ്പയാണ്, പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ. ആദിത്യ L1 വിക്ഷേപിച്ചതെന്നായിരുന്നു 2023 സെപ്റ്റംബർ 2 എങ്കിൽ ആദിത്യ L1 ഈ ഒരു സൂര്യന് ചുറ്റുമുള്ള ഹലോ ഭ്രമണപഥത്തിൽ ആ ഒരു ഓർബിറ്റിൽ കടന്നതെന്നു ചോദിച്ചാൽ 2024 ജനുവരി 6 2024 ജനുവരി 6 ആദിത്യ L1 ഹലോ ഭ്രമണപഥത്തിൽ കടന്നത്. അല്ലെങ്കിൽ ഹലോ ഭ്രമണപഥത്തിലെ ഒരു പോയിന്റാണ്, ഒരു പ്ലേസ് ആണ് L1 എന്ന ലഗ്രാഞ്ച് പോയിന്റ് എന്ന് പറയുന്ന പൊസിഷൻ. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ. എങ്കിൽ ആദിത്യ L1ൻ്റെ കാലാവധി, അതിൻ്റെ കാലാവധി 5 വർഷവും 2 മാസവുമാണ്. ജനറലി നമുക്ക് പറയാം 5 വർഷമാണ്. പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ 5 വർഷവും 2 മാസവുമാണ് ആദിത്യ L1ൻ്റെ കാലാവധി. സോ നമ്മൾ ആദ്യം PSLV-C 58 ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തു. അതിനുശേഷം PSLV-C 57 ബന്ധപ്പെട്ട് നിൽക്കുന്ന ആദിത്യ L1 ബന്ധപ്പെട്ട ആ ഒരു കോണ്ടന്റുകളെല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് PSLV-C 56 പോകാം. PSLV-C 56. PSLV-C 56 ആകെ മൊത്തം 7 പേലോഡേഴ്സ് അല്ല, ആകെ മൊത്തം 7 സാറ്റലൈറ്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, വിക്ഷേപിച്ചിരിക്കുന്നത്. ആകെ മൊത്തം 7 ഉപഗ്രഹങ്ങളാണ് ഭ്രമണപഥത്തിൽ ഇന്ത്യ എത്തിച്ചത്. അതിലെ ഒരു ഉപഗ്രഹം മറ്റൊരു രാജ്യത്തിൻ്റെ ഉപഗ്രഹമാണ്. ഏത് രാജ്യത്തിൻ്റെ ഉപഗ്രഹമാണ്? DSR. സിംഗപ്പൂരിൻ്റെ 2023 ജൂലൈയിൽ ISRO സിംഗപ്പൂരിൻ്റെ DSR എന്ന ഉപഗ്രഹം വിജയകരമായിട്ട് ഭ്രമണപഥത്തിൽ എത്തിച്ച വാഹനമാണെങ്കിൽ PSLV-C 56. ആ ഒരു സിംഗപ്പൂരിൻ്റെ ആ ഒരു സാറ്റലൈറ്റിൻ്റെ പേരാണ് നിങ്ങളൊന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത്, DSR. DSR ഏത് രാജ്യത്തിൻ്റെ സാറ്റലൈറ്റാണ്? സിംഗപ്പൂരിൻ്റെ ഒരു സാറ്റലൈറ്റാണ് DSR ഉൾപ്പെടെ ആകെ മൊത്തം 7 സാറ്റലൈറ്റുകളാണ്, ഉപഗ്രഹങ്ങളാണ് ഭ്രമണപഥത്തിൽ PSLV-C 56 എത്തിച്ചിരിക്കുന്നത്. ഈ ദൗത്യം നടപ്പിലാക്കിയത് 2023 ജൂലൈ 30 2023 ജൂലൈ 30 PSLV-C 56 നമ്മൾ വിക്ഷേപിച്ചത്. നമുക്കറിയാം ഇന്ത്യ കൊമേഴ്ഷ്യലൈസ്ഡ് ആയിട്ട് വാണിജ്യ അടിസ്ഥാനത്തിൽ മറ്റ് രാജ്യങ്ങളുടെ ഈ ഒരു സാറ്റലൈറ്റുകൾ ഭ്രമണപഥത്തിൽ എത്തിക്കാറുണ്ട്. അങ്ങനെ നടപ്പിലാക്കിയ ഒരു ദൗത്യം കൂടിയായിരുന്നു DSR. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ ISROയുടെ 2 കൊമേഴ്ഷ്യലൈസ്ഡ് യൂണിറ്റാണ്. അതിലൊന്ന് ആൻട്രിക്സ് കോർപ്പറേഷനും. ആദ്യത്തെ കൊമേഴ്ഷ്യലൈസ്ഡ് യൂണിറ്റ് ഏതെന്ന് വെച്ചാൽ ആൻട്രിക്സ് കോർപ്പറേഷനും. രണ്ടാമത്തെ ഏറ്റവും ഒടുവിൽ രൂപീകരിച്ച കൊമേഴ്ഷ്യലൈസ്ഡ് യൂണിറ്റാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് രൂപീകരിച്ചത് 2019 മാർച്ച് 6 ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ഇന്ത്യ രൂപീകരിച്ചത്. ആൻട്രിക്സ് കോർപ്പറേഷൻ്റെയും ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിൻ്റെയും ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ ബംഗളൂരിലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഞാൻ ഇവിടെ പറഞ്ഞില്ല, ഈ ഒരു PSLV-C 56 ആകെ മൊത്തം 7 പേലോഡറാണ്. അതിലൊന്ന് DSR ആണ്, സിംഗപ്പൂരിൻ്റെ ഉപഗ്രഹമായ DSR. മറ്റ് 6 പാസഞ്ചേഴ്സിൻ്റെ പേരാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എക്സാം വ്യൂ പോയിന്റിൽ നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻസ് ഇല്ല, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിരുന്നാൽ മാത്രം മതി. ക്ലിയർ ആണല്ലോ? സോ PSLV-C 57 PSLV-C 58 PSLV-C 56 3 ദൗത്യങ്ങളും നമ്മുടെ പരീക്ഷയുടെ ആ ഒരു കോർണറിൽ നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും നിങ്ങൾ നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പഠിച്ചു തീർക്കാൻ ശ്രമിക്കുക. നമുക്ക് എന്തായാലും മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ചോദ്യം എങ്ങനെയാണ് കേട്ടോ. ദേശീയ ബഹിരാകാശ ദിനം വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ്. പലപ്പോഴും കഴിഞ്ഞ എക്സാംസുകളിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ടല്ലേ, ദേശീയ ബഹിരാകാശ ദിനം എന്നാണ്? ഓഗസ്റ്റ് 23. എന്താണ് റെലവൻസ്? നമുക്കറിയാം ചന്ദ്രയാൻ 3 ഇന്ത്യ വിക്ഷേപിച്ച 2023 ജൂലൈ 14 2023 ജൂലൈ 14 ഇന്ത്യ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്.
ചന്ദ്രയാൻ തേർഡ്, അതായത് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത ആദ്യത്തെ പേടകം കൂടിയാണ് ചന്ദ്രയാൻ തേർഡ്, അല്ലേ? വിജയകരമായിട്ട് സോഫ്റ്റ് ലാൻഡ് ചെയ്തിരിക്കുന്ന പേടകം കൂടിയാണ് ചന്ദ്രയാൻ തേർഡ്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ആദ്യത്തെ രാജ്യം ഇന്ത്യയും ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ക്ലിയർ ആണല്ലോ? കൂടാതെ 2024 ആയപ്പോൾ അവിടെ എക്സ്ട്രാ നിങ്ങൾ അറിയേണ്ടത്, ഈ ചന്ദ്രയാൻ തേർഡ് ഭൂമിയുടെ ഭ്രമണപഥം വിട്ട് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലോട്ട് കടന്ന ചന്ദ്രയാൻ തേർഡ് ഭൂമിയുടെ ഭ്രമണപഥം വിട്ട് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലോട്ട് കടന്ന് ഓഗസ്റ്റ് 5-നാണ്. കൂടാതെ സോഫ്റ്റ് ലാൻഡ് ചെയ്തതാണെങ്കിൽ ഓഗസ്റ്റ് 23 ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനം. ആ സോഫ്റ്റ് ലാൻഡ് ചെയ്തിരിക്കുന്ന സ്ഥലത്തിന് നൽകിയ പേരാണെങ്കിൽ നമുക്കറിയാം ശിവശക്തി പോയിന്റ് എന്നായിരുന്നു. ശിവശക്തി പോയിന്റ്. ഓഗസ്റ്റ് 23 ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനം. 2024 ആയപ്പോൾ പ്രഥമ ദേശീയ ബഹിരാകാശ ദിനമായിരുന്നു ഇന്ത്യയിൽ ആഘോഷിച്ചത്. ദേശീയ ബഹിരാകാശ ദിനം ഇന്ത്യയിൽ ആഘോഷിച്ചത് 2024. പ്രഥമ ദേശീയ ബഹിരാകാശ ദിനത്തിൻ്റെ പ്രമേയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടച്ചിങ് ലൈവ്സ് വൈൽ ടച്ചിങ് ദ മൂൺ, ഇന്ത്യ സ്പേസ് സാഗ. ടച്ചിങ് ലൈവ്സ് വൈൽ ടച്ചിങ് ദ മൂൺ, ഇന്ത്യ സ്പേസ് സാഗ എന്നതായിരുന്നു 2024 പ്രഥമ ദേശീയ ബഹിരാകാശ ദിനത്തിൻ്റെ പ്രമേയം. എന്തായിരുന്നു അതിൻ്റെ ഒരു ഗൂഗിൾ ട്രാൻസ്ലേഷൻ? ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കുന്നു ഇന്ത്യയുടെ ബഹിരാകാശ സാഗ. മോസ്റ്റ് പ്രോബബിലിറ്റി ഗൂഗിൾ ട്രാൻസ്ലേഷൻ തന്നെയാണ് പല എക്സാംസിനും മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് പഠിച്ചാൽ മതി. ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കുന്നു ഇന്ത്യയുടെ ബഹിരാകാശ സാഗ എന്നതാണ് ടച്ചിങ് വൈൽ ടച്ചിങ് ദ മൂൺ ഇന്ത്യ സ്പേസ് സാഗ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? സോ ചന്ദ്രയാൻ തേർഡുമായി ബന്ധപ്പെട്ട് നമ്മൾ ദേശീയ ബഹിരാകാശ ദിനവും ഇവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ കിടക്കാൻ പോകുന്നത് ഇവിടെ നോക്കിയേ ചന്ദ്രയാൻ 4 ഇന്ത്യയുടെ ഒരു ഭാവി പ്രോജക്റ്റാണ് ചന്ദ്രയാൻ 4. അതായത് ചന്ദ്രനിൽ നിന്ന് സാമ്പിളുകൾ, മണ്ണും പാറക്കഷ്ണങ്ങളെല്ലാം ശേഖരിച്ച്, അതായത് ഇന്ത്യക്കാരെ 2040 ചന്ദ്രനിൽ ഇറക്കി അവിടെ മണ്ണും കല്ലും ശേഖരിച്ച് തിരികെ ഭൂമിയിലോട്ട് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഇന്ത്യയുടെ ഒരു ഫ്യൂച്ചർ പ്ലാനാണ്, അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്രോജക്റ്റ് കൂടിയാണ് ചന്ദ്രയാൻ 4 എന്ന് പറയുന്നത്. 2 ഘട്ടമായിട്ടാണ് ഈ ഒരു ദൗത്യം ഇന്ത്യ നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. സോ അറിഞ്ഞിരിക്കുക, ചന്ദ്രയാൻ 4 നടപ്പിലാക്കുന്നതിന് വേണ്ടി ഇന്ത്യ ലക്ഷ്യമിടുന്നത് 2040 കേട്ടോ. 2040 ഇന്ത്യക്കാരെ ചന്ദ്രനിൽ ഇറക്കി കല്ലും മണ്ണും ശേഖരിച്ച് തിരികെ ഭൂമിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഫ്യൂച്ചർ പ്ലാനാണ്, ഭാവി പരിപാടിയാണ് ചന്ദ്രയാൻ 4. ക്ലിയർ ആണല്ലോ? ഇനി നേരെ മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇവിടെ നോക്കിയ ചോദ്യം എങ്ങനെയാണ്? GSAT N2. എന്താണ് GSAT N2 എന്ന് പറയുന്നത്? അതായത് ഇന്ത്യക്കുള്ളിൽ പറക്കുന്ന വിമാനങ്ങളിൽ ഉൾപ്പെടെ ഇൻ്റർനെറ്റ് ലഭ്യമാകാൻ സഹായമാകുന്ന ഇന്ത്യയുടെ സാറ്റലൈറ്റിൻ്റെ പേരാണ്. ഇന്ത്യ വിക്ഷേപിക്കുവാൻ വേണ്ടി പോകുന്ന ആ സാറ്റലൈറ്റിൻ്റെ പേരാണ് GSAT N2 അഥവാ അല്ലെങ്കിൽ GSAT 20 എന്ന് പറയുന്നത്. GSAT N2 അല്ലെങ്കിൽ GSAT 20 എന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു കാര്യമാണ്, ജനറലി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സാധാരണ ഇന്ത്യയിൽ നിന്ന് നമുക്ക് വിക്ഷേപിക്കുവാൻ കഴിയുന്ന ഈ ഒരു റോക്കറ്റിൻ്റെ ഒരു പേലോഡറിൻ്റെ ആ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് 4000 കിലോഗ്രാമാണ്. 4000 കിലോഗ്രാമാണ്. പക്ഷേ ഈ ഒരു GSAT 20ക്ക് 4700 കിലോഗ്രാം ഭാരമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഈ ഒരു വാഹനങ്ങളൊന്നും, ഇന്ത്യയുടെ ബഹിരാകാശ വാഹനങ്ങളൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്ത്യ ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് സ്പേസ് എക്സ് എന്ന കമ്പനിയുടെ, എലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഫാൽക്കൺ 9 റോക്കറ്റാണ്. അതിനുവേണ്ടി ഫാൽക്കൺ 9 റോക്കറ്റ് അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നതിന് വേണ്ടി സ്പേസ് എക്സുമായിട്ട് നിലവിൽ ISRO, ഇസ്രോ ചില കരാറുകളിൽ സൈൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളിവിടെ അറിയേണ്ടത്, ഇന്ത്യക്കുള്ളിൽ പറക്കുന്ന വിമാനങ്ങളിൽ ഉൾപ്പെടെ ഇൻ്റർനെറ്റ് ലഭ്യമാകാൻ സഹായമാകുന്ന ഇന്ത്യ വിക്ഷേപിക്കുന്ന ആ സാറ്റലൈറ്റിൻ്റെ പേര് GSAT N2 അഥവാ GSAT 20 ആണ്. ഇതിനുവേണ്ടി ഇന്ത്യ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്ന കമ്പനി സ്പേസ് എക്സും ആ ഒരു കമ്പനിയുടെ ഫാൽക്കൺ 9 റോക്കറ്റാണ് ഇന്ത്യ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നേരെ മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ചോദ്യം എങ്ങനെയാണ്? 2024 ജൂണിൽ മൂന്നാം തവണയും വിജയകരമായി പരീക്ഷണ ലാൻഡിംഗ് നടപ്പിലാക്കിയ ISROയുടെ പുനരുപയോഗിക്കാൻ കഴിയുന്ന റീയൂസബിൾ ആയിട്ടുള്ള വിക്ഷേപണ വാഹനം. വളരെ റെലവൻസ് ഉള്ള ഒരു ദൗത്യമായിരുന്നു ഇത്. അതായത് നമുക്കറിയാം, ഒരു സാറ്റലൈറ്റ് ബഹിരാകാശത്ത് എത്തിക്കണമെങ്കിൽ നമുക്ക് വാഹനങ്ങൾ വേണം, റോക്കറ്റുകൾ വേണം.
വൺസ് നമ്മൾ റോക്കറ്റ് വിക്ഷേപിച്ച് അതിനെ വീണ്ടും നമുക്ക് റീയൂസ് ചെയ്യാനുള്ള ടെക്നോളജി നമ്മുടെ കയ്യിലില്ല. സോ ഈ ഒരു ദൗത്യങ്ങൾക്ക് വൺസ് നമ്മൾ വിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ ഒരു തവണ നമ്മൾ വിക്ഷേപിക്കുന്ന ഈ ഒരു റോക്കറ്റിന് വളരെയധികം ചിലവാണല്ലേ. ആ ചിലവ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ടെക്നോളജിയാണ് റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾസ് എന്ന് പറയുന്നത്. അതിൻ്റെ പരീക്ഷണ ദൗത്യങ്ങളെല്ലാം 3 പരീക്ഷണ ദൗത്യങ്ങളും ഇന്ത്യ വിജയകരമായിട്ട് സക്സസ് ചെയ്തിരിക്കുക അല്ലെങ്കിൽ നേടിയെടുത്തിരിക്കുകയാണ്. 2024 ജൂണിൽ 3ാം തവണയും വിജയകരമായിട്ട് പരീക്ഷണ ലാൻഡിംഗ് നടത്തിയിരിക്കുന്ന ISROയുടെ റീയൂസബിൾ വെഹിക്കിളിൻ്റെ പേര് പുഷ്പക് എന്നാണ്. ആ ഒരു ടെക്നോളജി വിളിക്കുന്ന പേര് RLV വെഹിക്കിൾസ് എന്ന ആ ഒരു റോക്കറ്റുകളെ വിളിക്കുന്ന പേര് RLV എന്നാണ്, റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ. ആ റീയൂസബിൾ ലോഞ്ച് വെഹിക്കിളിനെ വിളിക്കുന്ന മറ്റൊരു പേര് കൂടിയാണ് പുഷ്പക് എന്ന് പറയുന്നത്. ഇതിൻ്റെ 3 പരീക്ഷണ ദൗത്യങ്ങൾ നടപ്പിലാക്കിയത് കർണാടകയിലെ ചിത്രദുർഗയിലായിരുന്നു കേട്ടോ. കർണാടകയിലെ ചിത്രദുർഗ 3 പരീക്ഷണ ദൗത്യങ്ങളും ഇന്ത്യ സക്സസ് ആയിട്ടുണ്ട്. സോ ഇനി ഇത് കൊമേഴ്ഷ്യലൈസ്ഡ് ആയിട്ടും ഇന്ത്യ പ്രായോഗിക തലത്തിലും ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചയിലാണ്. സോ അറിഞ്ഞിരിക്കുക, ഈ ഒരു RLV റീയൂസബിൾ ലോഞ്ച് വെഹിക്കിളിൻ്റെ പേര് പുഷ്പക് എന്നും പറയാറുണ്ട്. എങ്കിൽ ഈ ഒരു ദൗത്യത്തിൻ്റെ RLVയുടെ മിഷൻ ഡയറക്ടർ ആണെങ്കിൽ ജെ മുത്തുപാണ്ഡ്യ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോണ്ടൻ്റ് ആണ്. മിഷൻ ഡയറക്ടറിൻ്റെ പേര് എന്താണ്? മുത്തുപാണ്ഡ്യ. എങ്കിൽ വെഹിക്കിൾ ഡയറക്ടർ ആണെങ്കിൽ ബി കാർത്തിക് ആണ് കേട്ടോ. വെഹിക്കിൾ ഡയറക്ടറിൻ്റെ പേര് ബി കാർത്തിക്കും മിഷൻ ഡയറക്ടറിൻ്റെ പേര് ജെ മുത്തുപാണ്ഡ്യ എന്നാണ്. ക്ലിയർ ആണല്ലോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രമാണ് സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റിവൈസ്ഡ് ആയിട്ടൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് എന്തായാലും മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ചോദ്യം ഇങ്ങനെയാണ്: 2028 നടക്കാനിരിക്കുന്ന ISROയുടെ ആദ്യ ശുക്രദൗത്യം, ISRO നടപ്പിലാക്കുന്ന ആദ്യത്തെ വീനസിലോട്ട് നടത്തുന്ന അല്ലെങ്കിൽ ശുക്രനിൽ നടത്തുന്ന ആദ്യ ദൗത്യം. അത് നമുക്കറിയാം, ഭൂമിയായിട്ട് വളരെ സാദൃശ്യമുള്ള ഒരു ഗ്രഹം കൂടിയാണ് എന്തെന്ന് പറയുന്നത് വീനസ് അല്ലെങ്കിൽ ശുക്രൻ എന്ന് പറയുന്നത്. ഈ ഒരു ശുക്രനിൽ 2028 വരുന്ന 2028 ഇന്ത്യ നടപ്പിലാക്കുന്ന ISRO നടപ്പിലാക്കുന്ന ആദ്യ ശുക്ര ദൗത്യത്തിൻ്റെ പേര് വീനസ് ഓർബിറ്റൽ മിഷൻ എന്നാണ് കേട്ടോ. വീനസ് ഓർബിറ്റൽ മിഷൻ എന്നാണ്. ശുക്രൻ്റെ ഉപരിതലം, അന്തർഭാഗം, അന്തരീക്ഷ സ്ഥിതി, ശുക്രഗ്രഹത്തിൻ്റെ സൂര്യൻ്റെ സ്വാധീനം എന്നിവയെക്കുറിച്ച് പഠിക്കുക എന്നതാണ് ഈ ഒരു വീനസ് ഓർബിറ്റൽ മിഷൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ. പ്രധാന ലക്ഷ്യം എന്താണ്? ശുക്രൻ്റെ ഉപരിതലം, അന്തർഭാഗം, അതുപോലെ അന്തരീക്ഷ സ്ഥിതി, ശുക്രൻ്റെ ഈ ഒരു സൂര്യനെ ആ ഒരു സ്വാധീനം എന്നിവയെക്കുറിച്ച് പഠിക്കുക എന്നതാണ് വീനസ് ഓർബിറ്റൽ മിഷൻ ആ ഒരു ദൗത്യം. എങ്കിൽ ഇത് നടപ്പിലാക്കുന്നത് 2028 വർഷത്തിന് കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്ത് ആ ഒരു പ്രാധാന്യം കൊടുത്ത് പഠിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് എന്തായാലും മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. അതാ ഇവിടെ നോക്കിയ ചോദ്യം എങ്ങനെയാണ്: ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ അഗ്നികുൾ കോസ്മോസ് വികസിപ്പിച്ച് വിജയകരമായിട്ട് പരീക്ഷിച്ച വിക്ഷേപണ വാഹനത്തിൻ്റെ പേര് അഗ്നിബാൺ സോർട്ടഡ് എന്നാണ് കേട്ടോ. പേരിങ്ങനെയാണ്, അഗ്നിബാൺ സോർട്ടഡ്. ചോദ്യം ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ അഗ്നികുൾ കോസ്മോസ് വികസിപ്പിച്ച് വിജയകരമായി പരീക്ഷിച്ച വിക്ഷേപണ വാഹനം, ഒരു റോക്കറ്റാണ് അഗ്നിബാൺ സോർട്ടഡ് എന്ന് പറയുന്നത്. എന്താണ് സോർട്ടഡ്? ഒരു പക്ഷേ നമ്മുടെ എക്സാമിന് ചോദിക്കും S4 എന്താണ്, T4 എന്താണ്, D4 എന്താണ്? അതായത് സബ് ഓർബിറ്റൽ ടെക്നോളജിക്കൽ ഡെമോൺസ്ട്രേറ്റർ എന്നാണ് ഈ ഒരു സോർട്ടഡിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറയും. അഗ്നിബാൺ സോർട്ടഡ് സബ് ഓർബിറ്റൽ ടെക്നോളജിക്കൽ ഡെമോൺസ്ട്രേറ്റർ എന്നതാണ് സോർട്ടഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എങ്കിൽ അഗ്നിബാൺ സോർട്ടഡ് ഇന്ത്യ വിക്ഷേപിച്ചത് അല്ലെങ്കിൽ ഈ ഒരു സ്വകാര്യ കമ്പനിയായ അഗ്നികുൾ കോസ്മോസ് വികസിപ്പിച്ചതാണെങ്കിൽ 2024 മെയ് 30 കേട്ടോ. 2024 മെയ് 30 അഗ്നികുൾ കോസ്മോസ് വികസിപ്പിച്ച് അത് വിക്ഷേപിച്ചിരിക്കുന്നത്. വിക്ഷേപണം നടത്തിയിരിക്കുന്നത് സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്ന് തന്നെയാണ് കേട്ടോ. സതീഷ് ധവാൻ ബഹിരാകാശ നിലയം, അതായത് ശ്രീഹരിക്കോട്ടയിലെ ഈ ഒരു സ്പേസ് സ്റ്റേഷനിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യ വിക്ഷേപിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സെമി ക്രയോജനറ്റിക് എൻജിൻ റോക്കറ്റ് എൻജിൻ കൂടിയാണ് അഗ്നിബാൺ സോർട്ടഡിൽ നിലവിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സെമി ക്രയോജനറ്റിക് എൻജിൻ റോക്കറ്റാണ് അഗ്നിബാൺ സോർട്ടഡിനുള്ളത്. അഗ്നിബാൺ സോർട്ടഡ് എന്ന ഈ ഒരു വാഹനത്തിൽ ഈ ഒരു റോക്കറ്റിൻ്റെ എൻജിൻ പ്രവർത്തിക്കുന്നത് ലിക്വിഡ് ഓക്സിജനോ അതുപോലെ തന്നെ ഈ ഒരു മണ്ണെണ്ണയോ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൻ്റെ എൻജിൻ പ്രവർത്തിക്കുന്നത്. ഇവിടെ നോക്കി, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോണ്ടൻ്റ് ആണ്. റോക്കറ്റ് വിക്ഷേപണത്തിൽ വിജയം നേടിയ രാജ്യത്തെ 2ാമത്തെ സ്വകാര്യ ബഹിരാകാശ കമ്പനി കൂടിയാണ് അഗ്നികുൾ കോസ്മോസ്. റോക്കറ്റ് വിക്ഷേപണത്തിൽ വിജയം നേടിയ രാജ്യത്തെ 2ാമത്തെ സ്വകാര്യ ബഹിരാകാശ കമ്പനി ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട
അല്ലെങ്കിൽ അഗ്നികുൽ കോസ്മോസിൻ്റെ ഈ ഒരു അഗ്നിബാൺ സോർട്ടഡ് എന്ന റോക്കറ്റാണ്. ക്ലിയർ ആണല്ലോ. ഇനി നേരെ മറ്റൊരു ക്വസ്റ്റിലോട്ട് പോകാം. അതാ ഇവിടെ നോക്കി, അടുത്തിടെ പ്രവർത്തനം താൽക്കാലികമായിട്ട് നിർത്തിവെച്ച നാസയുടെ ദൂരദർശിനി. ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു കോണ്ടന്റാണ്. അടുത്തിടെ പ്രവർത്തനം താൽക്കാലികമായിട്ട് നിർത്തിവെച്ച നാസയുടെ ദൂരദർശിനി ഏതെന്ന് വെച്ചാൽ ഹബിൾ എന്നാണ് കേട്ടോ. ഹബിൾ 1990 ബഹിരാകാശത്ത് എത്തിക്കുന്നത്. സോ അടുത്തിടെ നാസയുടെ ഹബിൾ ദൂരദർശിനി താൽക്കാലികമായിട്ട് പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ്. നമ്മുടെ എക്സാമിന് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും, ചോദ്യം വരുന്നത് ഇങ്ങനെയായിരിക്കും, നാസയുടെ അല്ലെങ്കിൽ ഹബിൾ എന്ന ദൂരദർശിനി ഏത് രാജ്യത്തിൻ്റേത്? അമേരിക്കയുടെ ദൂരദർശിനിയാണ് ഹബിൾ. നമുക്കറിയാം അമേരിക്കയുടെ സ്പേസ് ഏജൻസിയുടെ പേര് നാസ എന്നാണ്. നാസയുടെ ദൂരദർശിനിയാണ് ഹബിൾ. അത് നിലവിൽ താൽക്കാലികമായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ചില സാങ്കേതിക തകരാർ മൂലം താൽക്കാലികമായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ്. എങ്കിൽ അടുത്തായി മറ്റൊരു ക്വസ്റ്റിലോട്ട് പോകാം. 2024 ആദ്യ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമായത്. വളരെ ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു ചോദ്യമാണ്. 2024 ആദ്യ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമായതാണെങ്കിൽ 2024 ഏപ്രിൽ 8 2024 ഏപ്രിൽ 8. ഈ ഒരു സൂര്യഗ്രഹണത്തിനൊരു പ്രത്യേകതയുണ്ട്. അതായത് അരനൂറ്റാണ്ടിലെ ഏറ്റവും ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണം. 2024 ആദ്യ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമായത് 2024 ഏപ്രിൽ 8. എന്താണ് പ്രത്യേകത? അരനൂറ്റാണ്ടിലെ ഏറ്റവും ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണമാണ് നടന്നിരിക്കുന്നത്. എന്താണ് സൂര്യഗ്രഹണം? അതായത് ചന്ദ്രൻ എന്ന് പറയുന്നത് മൂണാണല്ലോ. ഈ ഒരു ചന്ദ്രൻ ഭൂമിക്കും സൂര്യനും ഇടയിൽ വരുന്ന ആ ഒരു പ്രോസസ്സാണ് EMS എന്ന് നമുക്ക് പഠിക്കാം. EMS നമ്പൂതിരിപ്പാടിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്. സോ അറിഞ്ഞിരിക്കുക, EMS എന്ന് പഠിക്കുക. EMS എന്ന് പറയുന്നത് സൂര്യഗ്രഹണമാണ്. എന്താണ്? ചന്ദ്രൻ ഭൂമിക്കും സൂര്യനും ഇടയിൽ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ മറയുന്ന പ്രതിഭാസം. ആ പ്രതിഭാസം എങ്ങനെയാണ്? ചന്ദ്രൻ സൂര്യനും ഭൂമിക്കുമിടയിൽ, ഭൂമിക്കും സൂര്യനുമിടയിൽ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ മറയുന്ന പ്രതിഭാസത്തെയാണ് സൂര്യഗ്രഹണം എന്ന് പറയുന്നത് കേട്ടോ. സൂര്യഗ്രഹണം 2024 ആദ്യ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമായതാണെങ്കിൽ 2024 ഏപ്രിൽ 8 എങ്കിൽ അടുത്തതായിട്ട് 2024 ആദ്യ ചന്ദ്രഗ്രഹണം ദൃശ്യമായത്. കുറച്ച് മുന്നേ പറഞ്ഞത് സൂര്യഗ്രഹണമാണല്ലോ. സൂര്യഗ്രഹണം 2024 ഏപ്രിൽ 8 ആദ്യ സമ്പൂർണ്ണ സൂര്യഗ്രഹണം 2024 ദൃശ്യമായിരിക്കുന്നത്. എങ്കിൽ 2024 ആദ്യ ചന്ദ്രഗ്രഹണം ദൃശ്യമായതാണെങ്കിൽ 2024 മാർച്ച് 25 2024 മാർച്ച് 25. എങ്ങനെയാണ് ഈ ഒരു ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത്? അതായത് സൂര്യനും ചന്ദ്രനുമിടയിൽ ഭൂമി വരുന്ന സമയത്താണ്, നമ്മുടെ എർത്ത് വരുന്ന സമയത്താണ് എന്തുണ്ടാവുന്നത്? അല്ലെങ്കിൽ MES എന്ന് പറയും. ഇങ്ങനെ MES എന്ന് പറയാം കേട്ടോ. പറയാൻ എളുപ്പത്തിൽ MES എന്ന് എഴുതുന്നതാണ് നമുക്ക് കുറച്ചുകൂടി നല്ലത്. MES ആണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. EMS ആണ് സൂര്യഗ്രഹണം. സോ സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരുന്ന ആ ഒരു പ്രതിഭാസത്തെ വിളിക്കുന്ന പേര് ചന്ദ്രഗ്രഹണം എന്നാണ്. സോ ഇക്കൊല്ലം 2024 നടന്നിരിക്കുന്ന ഈ ഒരു ചന്ദ്രഗ്രഹണത്തിനൊരു പ്രത്യേകതയുണ്ട്. നേർരേഖയിലല്ല നടന്നിരിക്കുന്നത്. സാധാരണ നേർരേഖയിലാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത്. എന്നാൽ നേർരേഖയിലല്ലാത്ത ചന്ദ്രഗ്രഹണത്തെ വിളിക്കുന്ന പേര് പെനുബ്രൽ ചന്ദ്രഗ്രഹണം എന്നാണ്. 2024 നടന്നിരിക്കുന്ന ആദ്യ ചന്ദ്രഗ്രഹണം ഒരു പെനുബ്രൽ ചന്ദ്രഗ്രഹണമായിരുന്നു. ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരാത്തതിനാൽ അത്തരത്തിലുള്ള ചന്ദ്രഗ്രഹണത്തെ വിളിക്കുന്ന പേരാണെങ്കിൽ പെനുബ്രൽ ചന്ദ്രഗ്രഹണം എന്നാണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? സോ 2 ചോദ്യവും നിങ്ങൾ നിർബന്ധമായിട്ടും കൺഫ്യൂസ്ഡ് ആവാതെ പഠിക്കുക. സൂര്യഗ്രഹണം 2024 ആദ്യ സമ്പൂർണ്ണ സൂര്യഗ്രഹണം 2024 ഏപ്രിൽ 8 കൂടാതെ 2024 ആദ്യ ചന്ദ്രഗ്രഹണം 2024 മാർച്ച് 25 സൂര്യഗ്രഹണം എന്ന് കേട്ട് കഴിഞ്ഞാൽ EMSഉം അതുപോലെ തന്നെ ചന്ദ്രഗ്രഹണം എന്ന് കേട്ട് കഴിഞ്ഞാൽ MES എന്ന് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. സെറ്റാണല്ലോ? കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അടുത്ത മറ്റൊരു ചോദ്യം, ഇന്ത്യയിൽ സൂപ്പർ ബ്ലൂ മൂൺ ദൃശ്യമായതെന്ന് ചോദിച്ചാൽ 2023 ഓഗസ്റ്റ് 30 കേട്ടോ. ഓഗസ്റ്റ് 30 എന്താണ് സൂപ്പർ ബ്ലൂ മൂൺ എന്ന് പറയുന്നത്? ചന്ദ്രനെ അസാമാന്യമായ വലിപ്പത്തിലും തിളക്കത്തിലും കാണുന്ന ആ ഒരു പ്രതിഭാസം, ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സൂപ്പർ ബ്ലൂ മൂൺ. നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ നിന്ന് കണ്ടിരിക്കാൻ സാധ്യതയുള്ള
ഒരു പ്രതിഭാസമായിരുന്നു സൂപ്പർ ബ്ലൂ മൂൺ. കഴിഞ്ഞ വർഷമാണ് 2023 ഇന്ത്യയിൽ സൂപ്പർ ബ്ലൂ മൂൺസ് ദൃശ്യമായതെന്ന് ചോദിച്ചാൽ 2023 ഓഗസ്റ്റ് 30-നാണ്. എന്താണ് ഈ പ്രോസസ്സ്? ചന്ദ്രനെ അസാമാന്യമായിട്ടുള്ള വലിപ്പത്തിലും അതുപോലെ തിളക്കത്തിലും കാണുന്ന പ്രതിഭാസം. ഇത് 2023 നടന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് കാണണമെങ്കിൽ 2037 വരെ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട് കേട്ടോ. 2037 ഇനി ഈ ഒരു സൂപ്പർ ബ്ലൂ മൂൺ ദൃശ്യമാകാൻ വേണ്ടി പോകുന്നത്. സെറ്റാണല്ലോ, കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. എങ്കിൽ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. 2024 ജൂണിൽ ചന്ദ്രനിൽ വിജയകരമായിട്ട് ലാൻഡ് ചെയ്ത ചൈനയുടെ പേടകമേത്? 2024 ജൂണിൽ ചന്ദ്രനിൽ വിജയകരമായിട്ട് ലാൻഡ് ചെയ്ത ചൈനയുടെ ആ ഒരു പേടകത്തിൻ്റെ പേര് ചാങ് E6 എന്നാണ് കേട്ടോ. ചാങ് E6. ചന്ദ്രൻ്റെ മറുപുറത്ത് നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിൽ എത്തിക്കുന്നതിന് 2024 മെയ്യിൽ ചൈന വിജയകരമായിട്ട് വിക്ഷേപിച്ച ഒരു ദൗത്യം കൂടിയായിരുന്നു ചാങ് E6 കേട്ടോ. പേര് കേട്ടാലും നമുക്ക് മനസ്സിലാവും അത് ചൈനയുടേതാണ് എന്നുള്ളൊരു നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടുന്നതാണ്. 2024 ജൂണിൽ ചന്ദ്രനിൽ വിജയകരമായിട്ട് ലാൻഡ് ചെയ്ത ചൈനയുടെ പേടകം ചാങ് E6 ആണ്. എന്തിനു വേണ്ടിയാണ്? ചന്ദ്രൻ്റെ മറുപുറത്ത് നമ്മൾ കാണാത്ത മറ്റൊരു പുറമുണ്ടല്ലോ, ആ ഒരു പുറത്തു നിന്ന്, ആ ഒരു ഭാഗത്തു നിന്ന് കല്ലും മണ്ണും ശേഖരിച്ച് ഭൂമിയിലോട്ട് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ചൈനയുടെ ദൗത്യം ചാങ് E6 ആണ്. എങ്കിൽ കാലാവധി കഴിയാറായ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ISS പൊളിക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി ലഭിച്ച കമ്പനി ഏത്? ഇതിൻ്റെ പൊളിക്കൽ പ്രോസസ്സ് 2030 സ്റ്റാർട്ട് ചെയ്തത്. 2030 ഇതിനു വേണ്ടിയുള്ള അനുമതി ലഭിച്ചിരിക്കുന്ന കമ്പനിയുടെ പേര് സ്പേസ് എക്സ് എന്നാണ്. സ്പേസ് എക്സ് എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നമ്മുടെ ഇലോൺ മസ്കിൻ്റെ സ്വകാര്യ ബഹിരാകാശ ഏജൻസിയാണ് സ്പേസ് എക്സ്. സോ ഈ ഒരു കമ്പനിയാണ് ഇപ്പോൾ നിലവിൽ ISS എന്ന് പറയുന്ന ഈ ഒരു ബഹിരാകാശ നിലയം. നിലവിൽ 2 ആക്റ്റീവായിട്ടുള്ള ബഹിരാകാശ നിലയങ്ങളാണ് നമുക്കുള്ളത്, അല്ലെങ്കിൽ ലോകത്ത് ആകെ മൊത്തം ഉള്ളത്. അതിലൊന്ന് ISS ആണ്. ആ ISS 2030 പൊളിക്കുന്നതിന് വേണ്ടിയുള്ള കരാറിൽ നിലവിൽ സൈൻ ചെയ്തിരിക്കുന്ന സ്വകാര്യ കമ്പനിയാണെങ്കിൽ സ്പേസ് എക്സ് ആണ്. ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് ആണ്. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സ്പേസ് എക്സ് ഈ ഒരു ISS പൊളിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവശേഷിക്കുന്നത് ചൈനയുടെ ടിയാങ്കോങ് എന്ന് പറയുന്ന ആ ഒരു സ്പേസ് സ്റ്റേഷനാണ്. നിലവിൽ എത്ര സ്പേസ് സ്റ്റേഷൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ 2 എണ്ണമാണ്. അതിലൊന്ന് ISSഉം മറ്റൊന്ന് ടിയാങ്കോങ്ങുമാണ്. ഇതിൽ 2030 ISS പൊളിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവശേഷിക്കുന്നത്, ഇതിനിടയിൽ വേറൊരു ബഹിരാകാശ നിലയം സ്ഥാപിച്ചില്ലെങ്കിൽ പിന്നീട് അവശേഷിക്കുന്നത് ഏതു തന്നെയായിരിക്കും? ചൈനയുടെ ടിയാങ്കോങ് മാത്രമായിരിക്കും. ക്ലിയർ ആകുന്നുണ്ടല്ലോ? ഇനി നേരെ മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ചോദ്യം എങ്ങനെയാണ്? പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായിട്ട് പ്രഖ്യാപിച്ച അമേരിക്കൻ സംസ്ഥാനം ഏത്? അരിസോണ. ആ ഒരു സംസ്ഥാനത്തിൻ്റെ പേര് അറിഞ്ഞിരിക്കണം, അരിസോണ. നമ്മുടെ PSC എക്സാമുകളിൽ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു. അതായത് ഈ പ്ലൂട്ടോയെ ഗ്രഹപദവിയിൽ നിന്ന് നീക്കി കുള്ളൻ ഗ്രഹത്തിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതാണെങ്കിൽ 2006. സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്, പണ്ടും ചോദിക്കുന്നു, ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. പ്ലൂട്ടോയെ ഈ ഒരു ഗ്രഹപദവിയിൽ നിന്ന് കുള്ളൻ ഗ്രഹത്തിൻ്റെ ആ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷമാണെങ്കിൽ 2006 എങ്കിൽ പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായിട്ട് പ്രഖ്യാപിച്ച അമേരിക്കൻ സംസ്ഥാനം ഏതെന്ന് വെച്ചാൽ അരിസോണയാണ്. കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടല്ലോ? എങ്കിൽ നേരെ അടുത്തതായി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. 2024 ഫെബ്രുവരിയിലെ കണക്കുകൾ പ്രകാരം യുറാനസിൻ്റെ ആകെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? യുറാനസ് കേട്ടോ. യുറാനസിന് നിലവിൽ ആകെ എത്ര ഉപഗ്രഹങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ 28 ഉപഗ്രഹങ്ങൾ. നെപ്റ്റ്യൂണിനാണ് പുതിയ കണക്കുകൾ പ്രകാരം നെപ്റ്റ്യൂണിന് നിലവിൽ ആകെ എത്ര ഉപഗ്രഹങ്ങൾ? 16 ഉപഗ്രഹങ്ങൾ. സോ ഇവിടെ നെപ്റ്റ്യൂണിനെ ചുറ്റുന്ന 2 ഉപഗ്രഹവും യുറാനസിനെ ചുറ്റുന്ന 1 ഉപഗ്രഹവുമാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു ആസ്ട്രോണമിക്കൽ യൂണിയൻ കണ്ടെത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്ര ലോകം കണ്ടെത്തിയിരിക്കുന്നത്. സോ അറിഞ്ഞിരിക്കുക, യുറാനസിന് 2 ഉപഗ്രഹവും യുറാനസിന് 1 ഉപഗ്രഹവും നെപ്റ്റ്യൂണിന് 2 ഉപഗ്രഹവുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. മുന്നേ നെപ്റ്റ്യൂണിന് 14 ഉപഗ്രഹമായിരുന്ന 2 ഉപഗ്രഹത്തെ കൂടി കണ്ടെത്തിയപ്പോൾ 16 ആയിട്ടുണ്ട്. യുറാനസിന് മുന്നേ 27 ആയിരുന്നു, ഒരെണ്ണം കൂടി കണ്ടെത്തിയപ്പോൾ നിലവിൽ 28 ഉപഗ്രഹങ്ങളായിട്ടുണ്ട്. മനസ്സിലാക്കണം കേട്ടോ. അങ്ങനെ തന്നെ വ്യക്തമായിട്ട് പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. ഇനി ആ ഉപഗ്രഹങ്ങളുടെ പേരുകൾ കൂടി പഠിക്കണം. എന്താ ഇവിടെ നോക്കി, യുറാനസിന് 1 ഉപഗ്രഹമാണല്ലോ കണ്ടെത്തിയിരിക്കുന്നത്. സോ ആ ഒരു ഉപഗ്രഹത്തിൻ്റെ പേര് S2023 U1 എന്നാണ് കേട്ടോ. S2023 U1. എങ്കിൽ നെപ്റ്റ്യൂണിന് പുതുതായിട്ട് 2 ഉപഗ്രഹത്തെ കണ്ടെത്തി. അതിൽ ഒരു ഉപഗ്രഹം S2021 N1 കൂടാതെ S2002 N5
S2021 N1 S2002 N5 ഈ 2 ഉപഗ്രഹങ്ങളും നെപ്റ്റ്യൂണിൻ്റെ പുതിയ ഉപഗ്രഹങ്ങളാണ്. ക്ലിയർ ആകുന്നുണ്ടല്ലോ, കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടല്ലോ. എങ്കിൽ നേരെ മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ചോദ്യം ഇങ്ങനെയാണ്, ലോക ബഹിരാകാശ വാരം എന്നാണ്. ലോക ബഹിരാകാശ വാരം ഒക്ടോബർ 4 മുതൽ 10 വരെയാണ്. ഒക്ടോബർ 4 മുതൽ 10 വരെ. കഴിഞ്ഞ വർഷം 2023 ലോക ബഹിരാകാശ വാരത്തിൻ്റെ പ്രമേയം തീമെന്ന് പറയും സ്പേസ് ആൻഡ് ഓൺടർപ്രണർഷിപ്പ്. സ്പേസ് ആൻഡ് ഓൺടർപ്രണർഷിപ്പ്, അതായത് ബഹിരാകാശവും സംരംഭകത്വവും. ബഹിരാകാശവും സംരംഭകത്വവും എന്നതായിരുന്നു സ്പേസ് ആൻഡ് ഓൺടർപ്രണർഷിപ്പിൻ്റെ ആ ഒരു മീനിങ് കേട്ടോ. 2023 പ്രമേയം, 24 പ്രമേയം വരുന്ന ഡേറ്റുകളിലൊക്കെ നമുക്ക് പഠിക്കാം. സോ ഇവിടെ നിങ്ങൾ അറിയേണ്ട കഴിഞ്ഞ വർഷത്തെ പ്രമേയം സ്പേസ് ആൻഡ് ഓൺടർപ്രണർഷിപ്പ് എന്നാണ്. എന്താണ് ഒക്ടോബർ 4 ഈ ഒരു പ്രത്യേകത? ഒക്ടോബർ 4 എന്ന് പറയുന്നത് നമുക്കറിയാം സ്പുട്നിക് 1 മനുഷ്യനിർമ്മിത ഉപഗ്രഹമായ സ്പുട്നിക് 1 വിക്ഷേപിച്ചത് USSRൻ്റെ സ്പുട്നിക് 1 വിക്ഷേപിച്ച 1957 ഒക്ടോബർ 4. അതാണ് ഒക്ടോബർ 4. എങ്കിൽ ഒക്ടോബർ 10ൻ്റെ പ്രത്യേകത, അതായത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ബഹിരാകാശ ഉടമ്പടി ലോകരാജ്യങ്ങൾ ഒപ്പുവെച്ചത് 1967 ഒക്ടോബർ 10 ആ ഒക്ടോബർ 10 ഈ ഒരു 10 അതായത് ഒക്ടോബർ 4 മുതൽ 10 വരെയാണ് ലോക ബഹിരാകാശ വാരമായിട്ട് അറിയപ്പെടുന്ന ഈ വർഷമല്ല കഴിഞ്ഞ വർഷത്തെ പ്രമേയം സ്പേസ് ആൻഡ് ഓൺടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ബഹിരാകാശവും സംരംഭകത്വവും എന്നതാണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. എങ്കിൽ ഇനി നേരെ നമ്മൾ കിടക്കാൻ പോകുന്നത് ദേശീയ ശാസ്ത്ര ദിനം. സോ സ്പേസ് ടെക്നോളജി ആണല്ലോ, ശാസ്ത്രമാണല്ലോ. സോ ഇതുകൂടി നമുക്കൊന്ന് പഠിച്ചു നിർത്താം. ഇവിടെ നോക്കിക്കേ, ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28. ദേശീയ ശാസ്ത്ര ദിനം എന്നാണ് ഫെബ്രുവരി 28. എന്താണ് ആ ഫെബ്രുവരി 28ൻ്റെ പ്രത്യേകത? അതായത് CV രാമൻ അദ്ദേഹം ഈ ഒരു രാമൻ എഫക്റ്റ് അല്ലെങ്കിൽ രാമൻ പ്രതിഭാസം, ഈ ഒരു നീലിമ അല്ലെ, പ്രകാശത്തിൻ്റെ നീലിമ കണ്ടെത്തിയത് 1928 ഫെബ്രുവരി 28നായിരുന്നു. 1928 ഫെബ്രുവരി 28. ആ ഫെബ്രുവരി 28 ഇന്ത്യയിൽ ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആഘോഷിക്കുന്നത്. ശാസ്ത്രദിനം ഫെബ്രുവരി 28. എങ്കിൽ ഈ ഒരു രാമൻ എഫക്റ്റ് അല്ലെങ്കിൽ രാമൻ പ്രതിഭാസം അദ്ദേഹം 1928 ഫെബ്രുവരി 28 കണ്ടെത്തിയിരിക്കുന്ന ഈ പ്രോസസ്സിന് നൊബേൽ സമ്മാനം ലഭിച്ച വർഷം 1930 കേട്ടോ. 1930 നൊബേൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത്. സോ ഈ ഒരു ദിനമാണ് എല്ലാ വർഷവും ഇന്ത്യയിൽ ദേശീയ, ഈ ഒരു ഫെബ്രുവരി 28 എല്ലാ വർഷവും ഇന്ത്യയിൽ ദേശീയ ശാസ്ത്ര ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. എങ്കിൽ 2024 കഴിഞ്ഞ 2024 ഫെബ്രുവരി 28ൻ്റെ പ്രമേയം തദ്ദേശീയ സാങ്കേതിക വിദ്യ വികസിത ഭാരതത്തിന്. തദ്ദേശീയ സാങ്കേതിക വിദ്യ വികസിത ഭാരതത്തിന് അല്ലെങ്കിൽ ഇൻഡിജീനിയസ് ടെക്നോളജീസ് ഫോർ വികസിത് ഭാരത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു തീമാണ്. സോ ഇന്ന് ഈ ഒരു സ്പേസ് ടെക്നോളജി നമ്മൾ ശാസ്ത്ര ദിനത്തോടെ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇത് പൂർണ്ണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമല്ല. ഒട്ടുമിക്ക കാര്യങ്ങളും ഒട്ടുമിക്ക ദൗത്യങ്ങളും സ്പേസ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒട്ടുമിക്ക മിഷൻസും ഇതിനിടയിൽ നടന്നിട്ടുണ്ട്. എല്ലാം നമ്മുടെ ക്ലാസ്സിലോട്ട് കൊണ്ടുവരിക എന്നത് ഒരു പ്രായോഗിക തലത്തിൽ നടക്കാത്തൊരു കാര്യമാണ്. സോ മാക്സിമം നമ്മുടെ ഡെയിലി കറണ്ട് അഫേഴ്സുകൾ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ യൂട്യൂബിൽ വീക്ക്ലി സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രയോജനപ്പെടുത്തുക. സോ നിങ്ങളുടെ സൈഡിൽ നിന്നും നിങ്ങളുടെ ഒരു എഫേർട്ടും വേണം അല്ലേ. ഞങ്ങൾ നിങ്ങളോട് കണ്ടൻറ്റ് എത്തിക്കുമെങ്കിലും കൃത്യമായി പത്രങ്ങൾ വായിക്കുക, അതിൽ നിന്നുള്ള കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യുക എന്നതെല്ലാം നിങ്ങളുടെ ഒരു ദൗത്യം കൂടിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ടാസ്ക് കൂടിയാണ്. അതുകൂടെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. സോ എല്ലാവർക്കും നല്ലൊരു വിജയാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. നമുക്ക് എന്തായാലും മറ്റൊരു ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു. കൂടാതെ തന്നെ ഹാപ്പി ലേണിംഗ്.